ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ പുതിയ ജനനായകൻ. വ്യവസായിയും അസംബ്ലി പ്രതിനിധിയുമായി തന്റെ നേതൃപാടവം തെളിയിച്ച വ്യക്തിയാണ് പുതിയ മേയർ VKC മുഹമ്മദ് കോയ. കൂട്ടായ്മയിലൂടെയും ഒത്തൊരുമയിലൂടെയും പുതിയ കോഴിക്കോടിനെ സൃഷ്ടിക്കാൻ ഉറച്ച ചുവടുകളുമായി VKC നയിക്കും കോഴിക്കോടൻ ജനതയെ. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഗാന്ധിവധത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചുമുള്ള സുപ്രധാന രേഖകൾ ഇല്ലാതാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. കോഴിക്കോടിന് പുതിയ ജനനായകൻ. VKC മുഹമ്മദ് കോയ കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓൺലൈൻ പെൺവാണിഭം. രാഹുൽ പശുപാലും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. വിശദമായ വാർത്തകളിലേക്ക്. കോർപ്പറേഷൻ അമരക്കാരൻ ആരെന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ മറുപടിയായി. VKC എന്ന വെളുത്തേടത്ത് മുഹമ്മദ് കോയ. 48 വോട്ടുകളോടെയാണ് അദ്ദേഹം മേയർ പദവിയിലെത്തിയത്. മികച്ച നേതൃപാടവവും അനുഭവ സമ്പത്തും കൊണ്ട് സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് VKC. കോർപ്പറേഷനിലേക്ക് കന്നിയംഗം ജയിച്ചു കയറിയ VKC മുഹമ്മദ് കോയയാണ് ഇനി കോഴിക്കോട് നഗരപിതാവ്. ബേപ്പൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച VKC മേയറായതോടെ കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർത്ത പഞ്ചായത്തുകൾക്ക് വലിയ അംഗീകാരമാണ് ലഭിക്കുന്നത്. ചെറുവണ്ണൂർ നല്ലളം പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി ഭരണ നൈപുണ്യം തെളിയിച്ച ശേഷമാണ് VKC മേയർ കുപ്പായം അണിഞ്ഞത്. കോർപ്പറേഷനിലെ അരീക്കാട് വാർഡിനെയാണ് VKC പ്രതിനിധീകരിച്ചത്. 48 വോട്ടുകളോടെയാണ് അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷൻ മേയറായത്. ഭരണാധികാരി കൂടിയായ കളക്ടർ N പ്രശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു കോർപ്പറേഷനിൽ വോട്ടെടുപ്പ് നടന്നത്. BJP പ്രതിനിധി നമ്പിടി നാരായണൻ, UDF പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, LDF പ്രതിനിധി VKC മുഹമ്മദ് കോയ എന്നിവരാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. നമ്പിടി നാരായണന് 7 വോട്ടുകളും അഡ്വക്കേറ്റ് PM നിയാസിന് 19 വോട്ടുകളും VKC മുഹമ്മദ് കോയയ്ക്ക് 40 വോട്ടുകളുമാണ് ലഭിച്ചത്. UDF കൌൺസിൽ അംഗം KT ബീരാൻ കോയയുടെ വോട്ട് അസാധുവായി. ഭരണാധികാരിയായ ജില്ലാ കളക്ടർ N പ്രശാന്ത് പുതിയ മേയർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംസ്കാരമുള്ള കോഴിക്കോടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാനും കോഴിക്കോടിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും ശ്രമിക്കുമെന്നും മേയർ VKC മുഹമ്മദ് കോയ പറഞ്ഞു. തീർച്ചയായിട്ടും ആ സംസ്കാരം കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ നന്നാക്കി സംശുദ്ധീകരിച്ച് ഒരു നല്ല കോഴിക്കോടിനെ സൃഷ്ടിക്കാനുള്ള ശ്രമം കാര്യമായി നടത്തും. എല്ലാ വിഭാഗം ആളുകളുടെയും നമ്മുടെ മുഴുവൻ കൌൺസിലർമാരുടെയും അതേപോലെ തന്നെ മുഴുവൻ ജീവനക്കാരുടെയും ഒക്കെ ഒരു ടീമാക്കി നമ്മുടെ ഈ കോഴിക്കോടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കും. തുടർന്ന് വിവിധ കൌൺസിലർമാർ പുതിയ മേയറെ അനുമോദനം അറിയിച്ചു. കൊലക്കേസ് പ്രതികളായ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും തദ്ദേശ ഭരണ സമിതിയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നത് അത്യന്തം അപലപനീയമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ഇത്തരക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങളുടെയും നാടിന്റെയും പോക്ക് എങ്ങോട്ടായിരിക്കുമെന്നും അദ്ദേഹം പരിതപിച്ചു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരായി രാജനെ ചെയർമാനായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു.
തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനായി കാരായി ചന്ദ്രശേഖരനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും നിർദ്ദേശിക്കാനുള്ള ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ മലയാളി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സംഭവമായി ഞാൻ അതിനെ കാണുകയാണ്. എത്രയോ പ്രഗത്ഭരായ അഭിഭാഷകർ സുപ്രീം കോടതി തൊട്ട് എല്ലാ കോടതികളിലും വാദിച്ചിട്ടും അവർക്ക് അവരുടെ ജന്മനാട്ടിലേക്ക് കടക്കാനുള്ള വ്യവസ്ഥ, ആ കണ്ടീഷൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഗാന്ധി വധത്തെക്കുറിച്ചുള്ള ജസ്റ്റിസ് ജെ.എൽ. കപൂർ കമ്മീഷൻ റിപ്പോർട്ടും അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ജെ.സി. ഷാ കമ്മീഷൻ റിപ്പോർട്ടും നശിപ്പിച്ച് ഇല്ലാതാക്കിയതിനെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് വിജിൽ മനുഷ്യാവകാശ സംഘടന ജനറൽ സെക്രട്ടറിയും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് പി. എസ്. ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. കാരണം ലോകത്തിലെ മാഗ്നാ കാർട്ട, കാരണം ഇത്രയും അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് അന്നത്തെ അതിന്റെ പഠനത്തിന്റെ റിപ്പോർട്ട് അതാണ്. 100, 200, 300, 500 കൊല്ലം കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ആകേണ്ടതാണ്. ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടിട്ട് അതിനേക്കാൾ വലിയ ഫാസിസ്റ്റാരാ? അത് കത്തിച്ചു കളഞ്ഞ ആരായാലും അതിനേക്കാൾ വലിയ ഫാസിസ്റ്റാരാ? അപ്പം അത് ഒക്കെ സംഭവിച്ച ഒരു നാടാണ് ഒന്ന്. അതിനെപ്പറ്റി ഞാൻ കോപ്പി എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് വാസ്തവത്തിൽ അതിന് തൊട്ടു മുമ്പുള്ള മറ്റൊരു ജുഡീഷ്യൽ ഗാന്ധിവധ ഇപ്പോൾ 67 കൊല്ലമായിട്ട് ഇപ്പോഴും വിവാദമാണല്ലോ. ആ വിവാദമായൊരു രാജ്യത്ത് അതിൻ്റെ ജസ്റ്റിസ് കപൂർ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ ആരെങ്കിലും പുതിയ ചെറുപ്പക്കാർ, നാളെ വളർന്നു വരുന്ന ചെറുപ്പക്കാർ നിങ്ങൾക്കൊന്ന് റിസർച്ച് ചെയ്യണമെന്ന് നോക്കിയാൽ ഈ 2 റിപ്പോർട്ടുകളുടെയും കോപ്പി ഇന്ത്യയിൽ ഒരു സ്ഥലത്തുമില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നതിനുമായി വിജിൽ മനുഷ്യാവകാശ സംഘടന മുൻകൈയെടുക്കുമെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓൺലൈൻ പെൺവാണിഭത്തെ തുടർന്ന് അറസ്റ്റിലായ രാഹുൽ പശുപാലും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. ചുംബന സമരത്തിന് പിന്തുണ നൽകിയ നേതാക്കൾ മൌനം വെടിഞ്ഞ് നിലപാട് വ്യക്തമാക്കണമെന്നും പൊതുസമൂഹത്തിൽ മാപ്പ് പറയണമെന്നും അദ്ദേഹം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചുംബന സമരത്തിന് നേതൃത്വം നൽകിയ രാഹുൽ പശുപാലിന്റെ ഓൺലൈൻ പെൺവാണിഭത്തെക്കുറിച്ചും അതിൽ ഡിവൈഎഫ്ഐയുടെ പങ്കിനെക്കുറിച്ചും വ്യക്തമായ അന്വേഷണം നടത്തണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുംബന സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് ഡിവൈഎഫ്ഐ നൽകിയത്. ഓൺലൈൻ പെൺവാണിഭം നടത്തുന്ന പശുപാലും ഇതേ പാർട്ടിയുടെ തണലിലാണ്. ചുംബന സമരത്തിന് പിന്തുണയുമായി എം.പി. രാജേഷ് എം.പിയും വി.ടി. ബർലാം എം.എൽ.എയും പൊതുസമൂഹത്തോട് കാട്ടിയ നിലപാടുകളോട് മാപ്പ് പറയണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. കേരളത്തിൽ ചുംബന സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പശുപാലൻ, അതിന് വനിതാ വിഭാഗം നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവരുൾപ്പെടുന്ന വലിയൊരു ഓൺലൈൻ പെൺവാണിഭ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഈ ചുംബന സമരത്തിന് പട്ടാപ്പകൽ നടു റോട്ടിൽ വെച്ച് കാമവെറിയന്മാർക്ക് പിന്തുണ നൽകിയിട്ടുള്ള, ആഭാസന്മാർക്ക് പിന്തുണ നൽകിയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ നേതൃത്വം പശുപാലനും ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൊതുജനങ്ങളോട് നിലപാട് വ്യക്തമാക്കണം. അന്ന് ചുംബന സമരത്തിന് നേതൃത്വം നൽകിയവരെല്ലാം പെൺവാണിഭത്തെ തുടർന്ന് ഇന്ന് അറസ്റ്റിലാണ്. ഈ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. സമഗ്രമായ അന്വേഷണം നടത്താൻ തങ്ങൾ ആവശ്യപ്പെടുമെന്നും യുവമോർച്ച കോഴിക്കോട് പറഞ്ഞു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംസ്കൃത വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ത്രിദിന സെമിനാറിന് തുടക്കമായി. ചരിത്രകാരൻ ഡോക്ടർ എം.ജി.എസ്. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എം.കെ. സുരേഷ് ബാബുവിന്റെ കർണഭാരം എന്ന നാടകാഭിനയത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സംസ്കൃത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആയുർവേദം, ഗണിതം, വാസ്തുവിദ്യ, ഭാരതീയ പാരമ്പര്യം എന്ന വിഷയത്തിൽ 3 ദിവസത്തെ ദേശീയ സെമിനാറിന് തുടക്കമായി. എം.കെ. സുരേഷ് ബാബുവിന്റെ കർണഭാരം എന്ന നാടകാഭിനയത്തോടെ തുടങ്ങിയ സെമിനാർ ഡോക്ടർ എം.ജി.എസ്. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം. ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ എം. നാരായണൻ, രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാൻ ഗുരുവായൂർ കേന്ദ്രത്തിലെ പ്രൊഫസർ പി.സി. മുരളി മാധവൻ, രസതന്ത്ര വിഭാഗം അധ്യക്ഷ ഡോക്ടർ എസ്. ജയശ്രീ, കോളേജ് യൂണിയൻ ചെയർമാൻ ബിദുൽ ഇ, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ രഞ്ജിന പി.കെ, ഡോക്ടർ പ്രിയ, ഡോക്ടർ കെ. മുരളി, സോമശേഖരൻ എൻ. വടകര, ഡോക്ടർ മുത്തുലക്ഷ്മി തിരുവനന്തപുരം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സെമിനാർ 20-ന് സമാപിക്കും.
നന്മയുടെ വിജയാഘോഷമായി തിരുവണ്ണൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശൂരസംഹാര മഹോത്സവം ദർശിക്കാനെത്തിയത് 10,000. പന്നിയങ്കര ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് യുദ്ധത്തിനായി സുബ്രഹ്മണ്യൻ പുറപ്പെട്ടത്. തുടർന്ന് ശൂരപത്മാസുരനെയും താരകാസുരനെയും വധിച്ചു. ആൽത്തറയ്ക്ക് ചുറ്റുമായി നടന്ന ഘോരയുദ്ധത്തിനൊടുവിൽ തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിച്ച് തിരുവണ്ണൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശൂരസംഹാര ഉത്സവം ആഘോഷിച്ചു. ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ദേവാസുര യുദ്ധത്തിന്റെ പുനരാവിഷ്കാരം നടന്നത്. അസുര രാജാവായ ശൂരപത്മൻ ത്രിമൂർത്തികളിൽ നിന്നും വരങ്ങൾ വാങ്ങി അസുരലോകത്തോടൊപ്പം ദേവലോകവും അടക്കി വാണു. അസുരന്റെ ദുർഭരണത്തിൽ പൊറുതുമുട്ടിയ ദേവന്മാർ ശിവനോട് സങ്കടമുണർത്തിക്കുകയും അസുരനെ വധിക്കുന്നതിനായി ശിവൻ സുബ്രഹ്മണ്യനെ സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെയും താരകാസുരനെയും യുദ്ധത്തിൽ വധിക്കുന്നതാണ് ഐതിഹ്യം. വീരബാഹുവിന്റെയും ശൂരപത്മാസുരന്റെയും താരകാസുരന്റെയും കോലങ്ങൾ വഹിച്ച വലിയ കൈവണ്ടിയും ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും തേരുകളും ക്ഷേത്രത്തിന് സമീപത്തുള്ള ആൽത്തറയ്ക്ക് ചുറ്റുമായി പോർവിളി നടത്തി ഓട്ടം തുടങ്ങി. സൂര്യാസ്തമനത്തിന് തൊട്ടുമുൻപ് താരകാസുരനെയും അസ്തമനത്തിന് ശേഷം ശൂരപത്മനെയും വധിച്ചു. തുടർന്ന് ആരവങ്ങൾ മുഴക്കി ഭക്തർ വിജയം ആഘോഷിച്ചു. യുദ്ധം വീക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. അവർ ആർപ്പുവിളികളുമായി ധർമ്മപക്ഷത്ത് അണിനിരന്നു. പന്നിയങ്കര ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങ് നിർവഹിച്ച ശേഷമാണ് യുദ്ധം ആരംഭിച്ചത്. കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ഷോഡശാഭിഷേകങ്ങൾ, ഉച്ചപൂജ, അലങ്കാര ദർശനം എന്നിവയും നടന്നു. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രപഞ്ചം നാരായണ ട്രാവൽസ് ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ, താമസ, ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമല മേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രി സംഘടിപ്പിക്കുന്ന ഹീൽ 2015 ദേശീയ സമ്മേളനം നവംബർ 20-21 തീയതികളിൽ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരോഗ്യമേഖലയിലെ വിദഗ്ധർ സംബന്ധിക്കും. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് BMHS സാരഥികൾ പറഞ്ഞു. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യുന്നു. അതിനുശേഷം ഇന്ററാക്റ്റീവ് സെഷൻസ്, പല സ്റ്റോറീസ് ഉണ്ടായിരിക്കും, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കോൺഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 1.5 days കോൺഫറൻസ് ആണ്. 20th ഉച്ചയ്ക്ക് 2:30 തുടങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഈവനിങ് 6 o'clock വരെയാണ് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മികവുറ്റ ആരോഗ്യ സംരക്ഷണം, കാര്യനിർവഹണം, നേതൃത്വ പാടവം എന്നീ വിഷയത്തെ ആസ്പദമാക്കിയാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരോഗ്യമേഖലയിലെ അതിവിദഗ്ധർ പങ്കെടുക്കുന്ന ദേശീയ സമ്മേളനത്തിൽ അവരുടെ അറിവും പരിചയസമ്പത്തും പങ്കുവയ്ക്കും. ഒപ്പം ആരോഗ്യമേഖലയിലെ വിജയതന്ത്രങ്ങൾ, മാതൃകാപരമായ രോഗി പരിചരണ രീതികൾ, ഗുണനിലവാരത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഫലപ്രദമായ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള നൂതന ആശുപത്രി പ്രവണതകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കും. എയിംസ് ഡൽഹി, SRM യൂണിവേഴ്സിറ്റി ചെന്നൈ, ആംഗ്ലോ അറേബ്യൻ ഹെൽത്ത് കെയർ UAE, ഗ്ലോബൽ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. നവംബർ 20 ഉച്ചയ്ക്ക് സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ നിർവഹിക്കുമെന്നും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി വർഗ്ഗക്കാരുടെ വികസനത്തിൽ നീക്കിവയ്ക്കുന്ന തുക ലാപ്സാക്കാതെ ഈ തുക ഉപയോഗിച്ച് പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സർക്കാർ തയ്യാറാവണമെന്ന്
SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി. പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആദായനികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും മറ്റ് നാഷണലിസ്റ്റ് ബാങ്കുകളിൽ നിന്നും സർക്കാരിന്റെ വിവിധ കോർപ്പറേഷനുകളിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി ഭീഷണിയും കുടിയിറക്കം നേരിടുന്ന പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളുവാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് രാംദാസ് വേങ്ങേരി ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. വർഷം തോറും പട്ടികജാതി വർഗ്ഗക്കാരുടെ വികസനത്തിന് വേണ്ടി നീക്കിവെച്ച STP, TPSP കേന്ദ്ര ഫണ്ടുകൾ കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി പോകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇത്രയും കാലം കാണുന്നത്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പട്ടികജാതി വർഗ്ഗക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളുവാൻ പ്രത്യേക നിയമ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്നും രാംദാസ് വേങ്ങേരി ആവശ്യപ്പെട്ടു. VM ചന്ദ്രിക അജേഷ്, TV ബാലൻ പുല്ലാളൂർ, രാജേഷ് കുമാർ മൊഗവൂർ, KK വേലായുധൻ, മോഹനൻ ചാത്തമംഗലം, സുരേഷ് കുമാർ കുരുവട്ടൂർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ ഭാവി വാഗ്ദാനങ്ങളാകേണ്ട അധ്യാപകർ അവരുടെ ഭാവി അവതാളത്തിലാക്കാൻ തുനിയരുതെന്ന് KMCT എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ പ്രൊഫസർ N കുമുദിനി. അധ്യാപകരുടെ ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അധ്യാപകർ സമരം അവസാനിപ്പിച്ച് മാനേജ്മെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കോളേജ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കുട്ടികളും സാർമാരെയും ഒക്കെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയത്. ആ ചെറുപ്പം കൊണ്ടാണോ, കാലത്തിന്റെ വൈദ്യുതം കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് തോന്നിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനിയെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കി അധ്യാപകർ സമരം നിർത്തി വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമെന്ന് ഇപ്പോഴും മാനേജ്മെന്റ് പ്രതീക്ഷിക്കാം. KMCT എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകർ നടത്തുന്ന സമരം തീർത്തും നിയമവിരുദ്ധമാണ്. വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കാനാണ് അധ്യാപകർ ശ്രമിക്കുന്നതെന്ന് ഡയറക്ടർ പ്രൊഫസർ N കുമുദിനി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സമരത്തെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള പരാതിയും മുൻകൂർ നോട്ടീസും ലഭിച്ചിട്ടില്ല. അധ്യാപകർക്ക് ശമ്പള കുടിശ്ശികയുമില്ല. അധ്യാപക സമരം മൂലം വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷയും എഴുതാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അധ്യാപകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ മാനേജ്മെന്റ് തയ്യാറാണെന്നും വസ്തുതകൾ മനസ്സിലാക്കി അധ്യാപകർ സമരം അവസാനിപ്പിക്കണമെന്നും KMCT എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ P ജനാർദ്ദനൻ, ഡീൻ PG നായർ എന്നിവരും പങ്കെടുത്തു. നാഷണൽ യൂണിയൻ ഓഫ് BSNL വർക്കേഴ്സ് കോഴിക്കോട് SSA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംഘടനാ സംസ്ഥാന സെക്രട്ടറി KV ജോസ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ യൂണിയൻ ഓഫ് BSNL വർക്കേഴ്സ് FNTO കോഴിക്കോട് ജില്ലാ കൺവെൻഷനും പ്രശസ്ത സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിച്ച സർക്കിൾ അസിസ്റ്റന്റ് സെക്രട്ടറി PK വേലായുധനും KV ഇന്ദിരയും വിരമിക്കുന്ന മറ്റ് യൂണിയൻ അംഗങ്ങളായ A പത്മനാഭൻ നായർ, AP ഇമ്പിച്ചിക്കണ്ടൻ, P സുബ്രഹ്മണ്യൻ, V ഗോവിന്ദൻ, T ശ്രീകുമാർ, PK ശ്രീനിവാസൻ എന്നിവർക്കും യാത്രയയപ്പ് നൽകി. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നാഷണൽ യൂണിയൻ ഓഫ് BSNL വർക്കേഴ്സ് സംസ്ഥാന സെക്രട്ടറി KV ജോസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CK സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി M നാരായണൻ സ്വാഗതം പറഞ്ഞു. ആയുർവേദത്തിന് പുതിയ മാനവും ചികിത്സാരീതികളും ലഭ്യമാക്കി ആര്യവൈദ്യവിലാസിനി വൈദ്യശാലയുടെ ആയുർവേദം ക്ലിനിക്ക് കോഴിക്കോട് ആരംഭിച്ചു. പ്രശസ്ത നോവലിസ്റ്റ് P വത്സല ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ രംഗത്ത് 95 വർഷങ്ങളുടെ പാരമ്പര്യമാണ് ആര്യവൈദ്യവിലാസിനി വൈദ്യശാലയ്ക്കുള്ളത്. സ്ത്രീകളുടെ ആരോഗ്യ സൌന്ദര്യ സംരക്ഷണ രംഗത്ത് ആയുർവേദത്തിന്റെ പുതിയ മുഖവുമായി ആര്യവൈദ്യവിലാസിനി വൈദ്യശാലയുടെ ആയുർവേദ സ്പെഷ്യാലിറ്റി ക്ലിനിക്കായ ആയുർവേദം ക്ലിനിക്കിന് കോഴിക്കോട് തുടക്കമായി. കോട്ടപ്പറമ്പ് ആശുപത്രിക്ക് സമീപം തുടങ്ങിയ ക്ലിനിക്ക് പ്രശസ്ത നോവലിസ്റ്റ് P വത്സല ഉദ്ഘാടനം ചെയ്തു. സുബ്രഹ്മണ്യൻ കാളൂർ ഇവരെ ഉപഹാരം നൽകി ആദരിച്ചു. സ്ത്രീകൾക്കു മാത്രമായാണ് AMAIയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ടെ ആദ്യ ക്ലിനിക്ക് ആരംഭിച്ചത്. സ്ത്രീകൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാൻ ഇവിടെ 3 ഡോക്ടർമാരുടെ സേവനമാണ് ലഭ്യമായിട്ടുള്ളത്. ആന്റിനേറ്റൽ കെയർ, പോസ്റ്റ്നേറ്റൽ കെയർ, PCOD, ഇൻഫെർട്ടിലിറ്റി, കോസ്മെറ്റോളജി,
മൈഗ്രെയിൻ തുടങ്ങി എല്ലാ ചികിത്സകളും ക്ലിനിക്കിൽ ലഭ്യമാണ്. അതിനായി ഡോക്ടർ റീജ മനോജ്, ഡോക്ടർ രേഖ ദീപക്, ഡോക്ടർ മനോജ് കാലൂർ എന്നീ ഡോക്ടർമാരുടെ സേവനം പൂർണ്ണമായും രോഗികൾക്ക് ലഭ്യമാകും. സ്ത്രീകളുടെ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിനും സ്ത്രീരോഗ ചികിത്സയിലും ആയുർവേദത്തിന്റെ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേരളം മുഴുവൻ വനിതാ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു. സ്ത്രീരോഗ ചികിത്സയിൽ പ്രത്യേക പരിശീലനം നൽകിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ ക്ലിനിക്കുകൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ക്ലിനിക് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയിൽ ആയുർവേദം ക്ലിനിക് എന്നതുമായി സഹകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. 95 വർഷത്തെ പാരമ്പര്യമാണ് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയ്ക്കുള്ളത്. കെ നീലകണ്ഠൻ വൈദ്യരാണ് ആയുർവേദത്തിന്റെ പുത്തനറിവുകൾ ആദ്യം പകർന്നു നൽകിയത്. തുടർന്നുള്ള വർഷങ്ങളിൽ മികവുറ്റ ചികിത്സാരീതിയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുമാണ് വൈദ്യശാലയ്ക്കുണ്ടായത്. കോട്ടപ്പറമ്പ് ആശുപത്രിക്ക് സമീപം വിവിധ സൌകര്യങ്ങളോടെയാണ് പുതിയ ക്ലിനിക്ക് ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ രേഖ ദീപക്, ഡോക്ടർ റീജ മനോജ്, നിർമ്മല കാളൂർ, റിട്ടയർഡ് PRD ഡെപ്യൂട്ടി ഡയറക്ടർ വേലായുധൻ, ഡോക്ടർ മനോജ് കാളൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സർക്കസ് അത്ഭുതങ്ങളുടെ മാത്രം കലയാണ്. നമുക്ക് അപ്രായോഗികമായതെല്ലാം സർക്കസ് കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രായോഗികമാണ്. ഗ്രാൻഡ് സർക്കസ് ഉന്നതമായ പ്രയോഗപാഠവുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഈ സംഘത്തിലുണ്ട്. സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ഗ്രാൻഡ് സർക്കസ് നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട്. അതിശയങ്ങളുടെ അറബിക്കഥകളിലേക്ക് നയിക്കാൻ ഗ്രാൻഡ് സർക്കസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. ഗ്രാൻഡ് സർക്കസ്. വാർത്തകൾ തുടരുന്നു. സഹൃദയരുടെ സഹായത്തോടെ കാഞ്ചന കൊറ്റങ്ങലിന്റെ സ്വപ്നം പൂവണിയുന്നു. BP മൊയ്തീൻ സേവാമന്ദിറിന് തറക്കല്ലിട്ടു. നടൻ ദിലീപ് ശിലസ്ഥാപനം നിർവഹിച്ചു. കെട്ടിടത്തിന്റെ ആദ്യഘട്ട പണികളുടെ പൂർണ്ണ ചെലവ് നടൻ ദിലീപാണ് വഹിക്കുക. മുക്കം BP മൊയ്തീൻ സേവാമന്ദിറിനായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് തറക്കല്ലിട്ടു. പ്രൌഢഗംഭീരമായ ചടങ്ങിൽ സിനിമാ താരം ദിലീപ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. നടൻ ദിലീപാണ് 3 നില കെട്ടിടത്തിന്റെ ഗ്രൌണ്ട് ഫ്ലോർ നിർമ്മിച്ചു നൽകുന്നത്. ഇതിന് ഏകദേശം 35 ലക്ഷം രൂപ ചിലവ് വരും. ഇതിന്റെയൊക്കെ ഒരു ഭാഗമാവണം. ഒരു ഉത്തരം ഇവിടെ ആവശ്യമാണ്. കാരണം ഈ വേദിയിൽ ഞാൻ കാഞ്ചനമ്മയോട് ചോദിക്കുകയാണ്, ആ കേസ് പിൻവലിച്ച് രണ്ടുപേരും ഒന്നായി കൂടെ എന്നുള്ളൊരു ചോദ്യം. അത് വേണോ വേണ്ടേ? വേണം. എന്റെ ഒരു ആഗ്രഹം, ഈ സ്വപ്നം, കാഞ്ചനമ്മയുടെ സ്വപ്നം പൂവണിയുമ്പോ ആ സിനിമ ഉണ്ടാക്കിയ ആളുകളും ഇവിടെ വന്ന് അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതൊരു വലിയ ഫംഗ്ഷനാക്കി നമ്മൾ മാറ്റണം. സേവാമന്ദിരത്തിന്റെയും കാഞ്ചനമാലയെയും കുറിച്ച് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ദിലീപ് കെട്ടിടം നിർമ്മിക്കാൻ സ്വയം തയ്യാറായി വരികയായിരുന്നു. ചടങ്ങിൽ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ A. സുരേന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു. MI ഷാനവാസ് MP, C. മോയിൻകുട്ടി MLA, KT ജലീൽ MLA, PM മുഹമ്മദ് അലി ബാബു, ജോർജ് M. തോമസ്, കാഞ്ചന കൊറ്റങ്ങൽ, AC നിസാർ ബാബു, ബേബി ഷക്കീല എന്നിവർ സംസാരിച്ചു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെയുടെ നിർമ്മാണ സംസ്കാരം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ N. പ്രശാന്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ആശയങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ മടി കാണിക്കുന്നവരാണ് കേരളീയ സമൂഹമെന്ന് ഡോക്ടർ A. അച്യുതൻ അഭിപ്രായപ്പെട്ടു. ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ നാളെയുടെ നിർമ്മാണ പുരസ്കാരം സെമിനാറിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ലോകവ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് കെട്ടിട നിർമ്മാണ രീതി 1980-ൽ കേരളത്തിൽ പരിചയപ്പെടുത്താൻ ശ്രമിച്ച തനിക്ക് കേരളീയ സമൂഹത്തിൽ നിന്ന് ലഭിച്ചത് ദുരനുഭവമാണ്. എഞ്ചിനീയർമാരെയും കരാറുകാരെയും സമീപിച്ച് ഈ രീതി നടപ്പിലാക്കാൻ അപേക്ഷിച്ചെങ്കിലും പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് അവരെല്ലാം പരമ്പരാഗത രീതിയുമായി മുന്നോട്ടു പോകുകയായിരുന്നു.
പരമ്പരാഗത നിർമ്മാണ രീതിയുടെ പ്രശ്നം ഇവയുടെ അവശിഷ്ടങ്ങളാണ്. പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ രീതിയിൽ ഈ പ്രശ്നമില്ല. കെട്ടിടം ഒഴിവാക്കുകയാണെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ വീണ്ടും ഉപയോഗിക്കാം. ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് നിർമ്മാണ രീതി. നിർമ്മാണ തൊഴിലാളികൾക്ക് ആവശ്യമായ ക്ലാസുകൾ നൽകണമെന്നും ഡോക്ടർ അച്യുതൻ നിർദ്ദേശിച്ചു. സെമിനാർ കളക്ടർ എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഈ പറയുന്ന സ്വപ്നങ്ങളും ആശയങ്ങളും ഒക്കെ ഇന്ത്യയെ വേറൊരു തലത്തിലെത്തിക്കുന്നതൊക്കെ പറയുന്നത് ഈ ഒരു മുല്ലപ്പൊള്ളാണ്. പക്ഷേ ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് സി സനീഷ് കുമാർ ആധ്യക്ഷം വഹിച്ചു. പി മുഹമ്മദ് ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മുഖ്യാതിഥിയായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി, ഡോക്ടർ ബാലഗോപാൽ ടി എസ്, പ്രഭു, കബീർ ഹാബിറ്ററ്റ്, കെ സലീം, കെ സുധീഷ് കുമാർ, ടി ജോബിർ എന്നിവർ പ്രസംഗിച്ചു. ചോറോട്, ഒഞ്ചിയം, ഏറാമല, അഴിയൂർ പഞ്ചായത്തുകളിൽ സിപിഎം നേതൃത്വത്തിൽ ഹർത്താൽ നടത്തി. പാർട്ടി പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നാരോപിച്ചാണ് ഹർത്താൽ ആചരിച്ചത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടായില്ല. സ്കൂളുകളും പ്രവർത്തിച്ചു. എന്നാൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. എരഞ്ഞിപ്പാലം ബൈപ്പാസ് വിക്രം റോഡിലെ ജനദ്രോഹ മദ്യഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സൂചനാ സത്യാഗ്രഹ സമരം നടന്നു. അടച്ചുപൂട്ടാനുള്ള നീക്കമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുമെന്നും നേതൃത്വം വ്യക്തമാക്കി. INTUC അഖിലേന്ത്യാ നേതാവ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനവികാരം മാനിച്ച് ക്യാപ്റ്റൻ വിക്രം റോഡിലെ മദ്യഷാപ്പ് അടയ്ക്കാൻ ബീവറേജ് കോർപ്പറേഷനും സർക്കാരും തയ്യാറാകണമെന്ന് INTUC അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗം KC രാമചന്ദ്രൻ പറഞ്ഞു. വിക്രം റോഡിലെ മദ്യഷാപ്പിന് മുൻപിൽ മദ്യവിരുദ്ധ സമരസമിതി നടത്തിയ സൂചനാ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരസമിതി പ്രസിഡന്റ് TS ബിജുരാജ് അധ്യക്ഷം വഹിച്ചു. രാരിച്ചൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാലഗോപാൽ, ഹാജി മായിൻ നേരോത്ത്, ജമീല, സിസ്റ്റർ മൌറില്യ, KCA അബ്ദുൽ സലീം, പ്രൊഫസർ OJ ചിന്നമ്മ, T ബാലകൃഷ്ണൻ, ഷാലു പന്തിരങ്കാവ്, KP സലീം, പ്രൊഫസർ TM രവീന്ദ്രൻ, അഷ്റഫ് ചേലാട്ട്, സുഭാഷ് ആബേൽ, ശിവാനന്ദൻ ഗാന്ധിഗൃഹം, P ഗൌരീശങ്കരൻ എന്നിവർ സംസാരിച്ചു. എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്ന് ജാഥയുമായി മദ്യഷാപ്പിന് മുൻപിലെത്തിയ നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും വേണ്ടിവന്നാൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുമെന്നും പ്രതിജ്ഞയെടുത്തു. റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം ബാലുശ്ശേരിയിൽ പുരോഗമിക്കുകയാണ്. ജില്ലയിലെ 17 സബ് ജില്ലകളിൽ നിന്ന് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 900 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് ബാലുശ്ശേരിയിൽ തുടക്കമായി. കോക്കല്ലൂർ നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ജില്ലാ ശാസ്ത്രോത്സവം നടക്കുന്നത്. ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടനം ബാലുശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരുഷൻ കടലുണ്ടി MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് ബാബു പറശ്ശേരി അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുക്കം മുഹമ്മദ്, MP അജിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PL അശോകൻ, K പ്രമീള, പഞ്ചായത്ത് മെമ്പർമാരായ KK പരീദ്, റസിയ ഇസ്മായിൽ, ഗിരിജ വലിയപറമ്പിൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ ഗിരീഷ് ചോരയിൽ, VHSC അസിസ്റ്റന്റ് ഡയറക്ടർ P കുഞ്ഞമ്മദ്, VK റീജ, P സുധാകരൻ, N ബാബു, VM കുട്ടിക്കൃഷ്ണൻ, KK ശശി, P ബിന്ദു എന്നിവർ സംസാരിച്ചു. റവന്യൂ ജില്ലയിലെ 17 ഉപജില്ലകളിൽ നിന്നായി 10,000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഗണിതശാസ്ത്രമേള നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലും ശാസ്ത്രമേള കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് നടക്കുന്നത്. സമാപന സമ്മേളനം 19-ന് ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ MK രാഘവൻ MPയാണ് ഉദ്ഘാടനം ചെയ്യുക. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് 3 മേഖലകളിലായി സെമിനാർ സംഘടിപ്പിക്കും. ഉത്തരമേഖല സെമിനാർ കോഴിക്കോട്ട് നവംബർ 23-ന് ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കും. സമ്മേളനം പ്രമുഖ കഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. സെമിനാർ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യും. സെമിനാറിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം, ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ പിരപ്പൻകോട് മുരളി, രാജേന്ദ്രൻ എടത്തുങ്കര, T ഗംഗാധരൻ എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിനായി 485 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായതായി മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത ഉന്നതാധികാര സമിതി യോഗത്തിലാണ് നിർണായകമായ വഴിത്തിരിവുണ്ടായത്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴികേണ്ടി വരുന്നവർക്ക് നിലവിലുള്ളതിലും മെച്ചപ്പെട്ട പുനരധിവാസം നൽകുമെന്നും ഇത് സംബന്ധിച്ച നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗാന്ധിവധത്തെക്കുറിച്ചും അടിയന്തരാവസ്ഥയെക്കുറിച്ചുമുള്ള സുപ്രധാന രേഖകൾ ഇല്ലാതാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. കോഴിക്കോടിന് പുതിയ ജനനായകൻ VKC മുഹമ്മദ് കോയ കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു.
ഓൺലൈൻ പെൺവാണിഭം രാഹുൽ പശുപാലും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.